ഹേ വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ 7th സെമസ്റ്റർ കഴിഞ്ഞിട്ട് നമുക്കൊരു ഗൈനക്കോളജിയിൽ ഒരു കുറച്ച് ദിവസം ഇൻറ്റേൺഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് നമുക്കൊരു എക്സാം ഉണ്ട്. എക്സാമിനോട് കൂടി തന്നെ നമ്മൾ ഇൻറ്റേൺഷിപ്പിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഒരു ദഫ്തർ, ഒരു ഡയറി പോലെ, ജേർണൽ പോലെ എഴുതിയിട്ട് കൊടുക്കാനുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി ഫോർ ദാറ്റ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും +2 പഠിക്കുന്നവരോ അല്ലെങ്കിൽ MBBS ഉസ്ബെക്കിസ്ഥാനിലേക്ക് പഠിക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഉണ്ട്. ഇവിടെ സെപ്റ്റംബർ ഇൻടേക്കിനുള്ള അഡ്മിഷനുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ എന്തായാലും നീറ്റ് UG ക്വാളിഫൈ ആയിരിക്കണം. അപ്പം നീറ്റ് UG കഴിഞ്ഞ വർഷം ക്വാളിഫൈ ആയവരാണെങ്കിൽ അല്ലെങ്കിൽ ഇക്കൊല്ലം ക്വാളിഫൈ ആവുന്ന കോൺഫിഡൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. കാരണം നിങ്ങൾ നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും ഇവിടെ ഓൾമോസ്റ്റ് അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ടുണ്ടാകും. പിന്നെ താഷ്കന്തിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവർക്ക് ഇൻ്റർവ്യൂ ഒക്കെ പാസ്സാവണം. അത് കുറച്ച് പ്രൊസീജിയർ കൂടിയ സംഭവങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജായിട്ടുള്ള സിംപ്ലി സുൽത്താന എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ വന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അല്ല, ഇനി അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നമുക്കൊരു ലോങ് വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പറയാം. അപ്പോൾ ഇതാണ് നമ്മളെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടെ ആയിരുന്നു എല്ലാ ഗൈനക്കോളജി കേസസും വരാം. ആൻഡ് നമ്മൾ ഇവിടുന്ന് കുറച്ച് പ്രോസസ്സും ഡെലിവറി എല്ലാം കാണുന്നത് നമ്മൾ ഇവിടെ നിന്നാണ്. ആൻഡ് നമ്മളിതെല്ലാം കഴിഞ്ഞു. നമുക്കിനി ഇന്ന് ജേർണൽ സബ്മിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ് ജേർണലിൻ്റെ പ്രിൻ്റ് ഔട്ട്. ഇനി ഇതിൽ കംപ്ലീറ്റ് ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്തിട്ട് മാമിന് കൊടുക്കണം. മാമിന് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എക്സാമിനുള്ള ക്വസ്റ്റ്യൻ മാം തരും. അപ്പോൾ അവിടെ തന്നെ നമ്മൾ ആൻസർ എഴുതിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പോകാം. അങ്ങനെ എക്സാം എല്ലാം കഴിഞ്ഞ് എല്ലാം തീർന്നപ്പോഴത്തേക്ക് ഒരു 4 മണി 4:30 ആയി. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തുള്ള ഒരു പാർക്കുണ്ട്. പാർക്കിൻ്റെ അവിടെ തന്നെ ഒരു ബേഷ് പോലെ എന്ന് പറഞ്ഞിട്ടൊരു കഫേ പോലെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു നല്ല അടിപൊളി ലവാഷ് കിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ച് ആ ലവാഷ് തിന്നാണ്. അപ്പോൾ ഇത് അവിടുത്തെ ഫ്രൈസ്. പക്ഷേ ലവാഷ് അത്യാവശ്യം നല്ല അടിപൊളി ലവാഷാണ്. അപ്പോൾ അതൊക്കെ തിന്ന് ഞാൻ സെറ്റായി. ഇനി നേരെ നമുക്ക് കൊറിജിങ്ക പോകാനുണ്ട്. കാരണം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കൊറിജിങ്കയിലേ കിട്ടുമല്ലോ. കൊറിജിങ്ക എന്ന് പറയുന്നത് ഒരു സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു സംഭവമാണ്. ഓക്കെ, അപ്പം ഇവിടുന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്ന് ഞാൻ ചെമ്മീൻ വാങ്ങാൻ വേണ്ടി നോക്കിയപ്പോൾ ചെമ്മീൻ സ്വർണ്ണത്തിൻ്റെ വില. അപ്പോൾ നമ്മൾ ചെമ്മീൻ വേണ്ട, ചിക്കൻ മതി എന്ന് തീരുമാനിച്ച് നേരെ ചിക്കൻ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. ഉസ്ബെക്കിസ്ഥാനിൽ നിങ്ങൾക്ക് കിട്ടാത്തൊരു സാധനമാണ് മീൻ എന്ന് പറയുന്നത്. ഫിഷ് ഐറ്റംസ് ഫ്രഷ് ആയിട്ട് ഒരിക്കലും നിങ്ങൾക്ക് ഉസ്ബെക്കിസ്ഥാനിൽ കിട്ടില്ല. കാരണം ഉസ്ബെക്കിസ്ഥാൻ കടലില്ലാത്തൊരു രാജ്യമാണ്. ഉസ്ബെക്കിസ്ഥാൻ്റെ ചുറ്റും പല പല കൺട്രീസാണ്. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട് ഒരു കഫേയിൽ ഒരു കേക്ക് തിന്നാൻ വേണ്ടി കയറി. ആ കേക്ക് കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ എനിക്കൊരു ബാഡ് വൈബ് അടിച്ചു. ഒരു സ്മെല്ലൊന്നും ഒരു സുഖമില്ല. അപ്പം നമ്മൾ വിചാരിച്ച് വൈൻ ഇട്ടിട്ടായിരിക്കുന്നു. നമ്മൾ ചോദിച്ചു വൈൻ ഇട്ടിട്ടുണ്ടോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞില്ല, വൈനൊന്നും ഇല്ല. അങ്ങനെ ഞങ്ങൾ 2 പീസ് തിന്നിട്ട് ഞങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ആ കേക്കിൻ്റെ ചോയ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ അവരോട് ചോദിച്ച് കേട് വന്നതാണ്. അപ്പോൾ ഒരു സ്മെല്ല് ചെയ്തിട്ട് പറയാം, കേട് വന്ന് ഞങ്ങൾ തിന്നണ്ടാണ്. എന്താണ് ചെയ്യുക? അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ഞാൻ പഠിക്കാൻ വേണ്ടിയിരുന്നു. കാരണം ഞാനിപ്പം 4th ഇയർ ആയതുകൊണ്ട് കുറച്ച് പഠിത്തത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാമെന്ന് വിചാരിച്ചു നല്ല കൊടുക്കണം. സോ ഞാൻ ഓരോ മാസം എനിക്ക് ഓരോ ഗോളുണ്ട് പഠിച്ചിട്ട് എവിടെ എത്തണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഗോളിൽ എത്തിച്ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലാണ് ഞാൻ. അപ്പോൾ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബയോകെമിസ്ട്രിയാണ്. ആൻഡ് ഞാൻ ഡോക്ടർ ആസാമിൻ്റെ ബയോകെമിസ്ട്രി ലെക്ചറാണ് കാണുന്നത്. അടിപൊളി വീഡിയോ ആണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഡോക്ടർ ആസാമിൻ്റെ അനാട്ടമി അതിനേക്കാളും അടിപൊളിയാണ്. പക്ഷേ ബയോകെമിസ്ട്രി ഇത്രക്കും സിമ്പിൾ സബ്ജക്റ്റാണെന്ന് എനിക്കറിയില്ലായിരുന്നു.
പിന്നെ സെൻട്രലിൽ നിന്ന് ഒരു ക്യൂട്ട് ഷോപ്പ് കണ്ടിരുന്ന ഡെലി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് ക്യൂട്ട് സാധനങ്ങൾ വാങ്ങി. അതിലുള്ളതാണ് ഈ 2 നോട്ട്ബുക്കും. കാണാൻ തന്നെ നല്ല രസമില്ല, ഇതിൻ്റെ ഉള്ളിലും കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ എനിക്കിങ്ങനെ ജേർണലിങ് ചെയ്യണതൊക്കെ ഒരു ശീലമാണ്. അപ്പോൾ ഞാൻ കുറേ നോട്ട്ബുക്സ് കണ്ടാലൊക്കെ വാങ്ങി വെക്കും. അതുപോലെ തന്നെ കുറേ സ്റ്റിക്കേഴ്സ്, ക്യൂട്ട് പെന്ന്, ക്രയോൺസ്, സ്കെച്ച് പെൻസ്, പെയിൻറ്റ്, ഇതൊക്കെ ഞാൻ വാങ്ങി വെക്കും. അതൊക്കെ ഒരു ഹോബിയായി മാറിപ്പോയി. ആൻഡ് ഞാൻ ഇതൊക്കെ വാങ്ങിയത് ഞാൻ മലേഷ്യയിൽ പോയിട്ടുള്ള എൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റിക്കേഴ്സൊക്കെ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോൾ